വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +2 ഇന്ത്യ ഹ്യൂമൻ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2nd പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കോണ്ടെക്സ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മൾ നിർത്തിയ പോർഷൻ എന്ന് പറയുന്നത് ഒരു മാസീവായിട്ടുള്ള GDP റേറ്റ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ഇന്ത്യക്ക് പ്രോഗ്രസ് കൈവരിക്കാൻ സാധിക്കാത്തത് എന്ന് വരെയാണ് നമ്മളതിൽ പറഞ്ഞു വെച്ചത്. ഇനി അതിന് ശേഷമുള്ള പോർഷൻസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കപ്പോൾ ആദ്യം നോക്കാം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്തി ലൈഫ്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക? അപ്പോൾ ഒരു ഹെൽത്തിൽ വളരെയധികം പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് എന്തൊക്കെയായിരിക്കും ഉള്ള പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹെൽത്തി ആണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവർക്ക് എയിൽമെൻറ്റ് അഥവാ ഇൽനെസ്സിൽ നിന്നുമെല്ലാം എന്തായിരിക്കും വളരെ ഫ്രീ ആയിട്ട് ഉള്ള ഒരു ലിവിങ് സൊസൈറ്റി ആയിരിക്കും. എങ്ങനെയുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഹെൽത്തിനെ നമുക്ക് പ്രധാനമായിട്ട് മെഷർ ചെയ്യാൻ സഹായിക്കുന്ന മെഷറിംഗ് റോഡ്സ് അഥവാ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഒന്ന് ലോങ് ലൈഫ് സ്പാൻ. അതായത് നമ്മുടെ ആയുർദൈർഘ്യം വളരെ കൂടുതലായിട്ടുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ അവർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഹെൽത്തിനെ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ ഏതാണ്? ലോങ് ലൈഫ് സ്പാൻ. ലോങ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് അവൈലബിലിറ്റി ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റിയെ കുറയ്ക്കുക, അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി ഡെത്ത്സ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എന്ത് നൽകുന്നത്? പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ ഹെൽത്ത് കെയർ നൽകുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മാതാവ് മരിക്കുന്ന, അതായത് ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെയും കുറയ്ക്കുവാനായിട്ട് നമ്മൾ എന്ത് സഹായിക്കും? അവൈലബിലിറ്റി ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ ഹെൽത്ത് കെയർ സഹായിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏത് ഇൻഡിക്കേറ്റർ ആയിരുന്നു? ലോങ് ലൈഫ് സ്പാൻ ആയിരുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നു അവൈലബിലിറ്റി ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ ഹെൽത്ത് കെയർ. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹെൽത്ത് കെയർ, ആഡിക്വേറ്റ് ന്യൂട്രീഷൻ, സേഫ്റ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഇതെല്ലാം നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന ഹെൽത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? ഒന്ന് ലോങ് ലൈഫ് സ്പാൻ, അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ ഹെൽത്ത് കെയർ ഉണ്ട്, അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹെൽത്ത് കെയർ ഉണ്ട്, ആഡിക്വേറ്റ് ന്യൂട്രീഷൻ ഉണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം എന്തിലേക്കാണ് നയിക്കുന്നത്? ഒരു സൊസൈറ്റി എത്രത്തോളം ഹെൽത്തിൻ്റെ കേസിൽ പ്രോഗ്രസ് കൈവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഈ ഇൻഡിക്കേറ്റേഴ്സ്. ഇനി നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ ഹെൽത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 1951, അതായത് നമ്മൾ റിപ്പബ്ലിക്കായി ഒരു വർഷം കഴിഞ്ഞ് 1951 നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 25.1 per 1000 ആയിരുന്നു ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഡെത്ത് റേറ്റിനെ നമുക്ക് 1999 ആയപ്പോഴേക്കും 8.1 per 1000 ആയിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിച്ചു. അതായത് 1951 ഡെത്ത് റേറ്റ് എത്രയായിരുന്നു? 25.1 per 1000 ആയിരുന്നു. അപ്പോൾ 25.1 per 1000 ആയിരുന്നത് നമുക്ക് എത്രയായിട്ട് കുറയ്ക്കാൻ സാധിച്ചു? 8.1 per 1000 ആയിട്ട് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിലുള്ള പ്രോഗ്രസിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, നമ്മൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1951 പീരീഡിൽ എത്രയായിരുന്നു? 148 per 1000 ആയിരുന്നു. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ അതിൽ 148ഓളം കുട്ടികൾ എന്ത് ചെയ്യും? മരിക്കുമായിരുന്നു. അപ്രോക്സിമേറ്റ് ഫിഗർ ആണ് 1951 പ്രകാരം. എന്നാൽ 1999 ആയപ്പോഴേക്കും അതിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് അത് 70 ആയിട്ട് കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതായത് 1951 148 ആയിരുന്നത് 1999 ആയപ്പോൾ എത്രയായി? 70 ആയി. 70 per 1000 ആയിട്ട് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിച്ചു. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിഗർ എടുക്കുമ്പോഴേക്കും അത് ഒരു 40 റേഞ്ചിലാണ് നിൽക്കുന്നത്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 1951 പീരീഡിലുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 37.1 ഇയർ ആയിരുന്നു. അതായത് ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ശരാശരി 37.1 ആയിരുന്നു. എന്നാൽ 1999 ആയപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് നോക്കിയാൽ 62.3 ആയിട്ട് ലൈഫ് എക്സ്പെക്റ്റൻസി ഇംപ്രൂവ് ആയി. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി 1951 1999
വന്നിട്ടുള്ള മാറ്റം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ലൈഫ് എക്സ്പെക്റ്റൻസി 1951 37.1 ആയിരുന്നു. എന്നാൽ 1999 എന്ത് സംഭവിച്ചു? ഈ 37.1 നിന്നും 62.3 എന്ന് പറയുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ബർത്ത് റേറ്റ്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പോപ്പുലേഷൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അതിന് നമ്മുടെ ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴും അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് നടന്നിരുന്നു, ബർത്ത് റേറ്റ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വന്ന ഒരു കാരണവും നമുക്കതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ബർത്ത് റേറ്റിൽ വന്നിട്ടുള്ള ഒരു മാറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ 1951 പീരീഡിൽ 40.8 ആയിരുന്ന ബർത്ത് റേറ്റിനെ നമുക്ക് 1999 ആയപ്പോഴേക്കും 26.1 കുറയ്ക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു ബർത്ത് റേറ്റിൽ നമുക്കൊരു കുറവ് കൊണ്ടുവരുവാനായിട്ട് ഏത് സമയത്ത് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അവൈലബിൾ ഡേറ്റ പ്രകാരം നമുക്ക് ഹെൽത്ത് സെക്ടറിൽ കൈവരിച്ച പ്രോഗ്രസ്സിൽ നമ്മൾ പറയേണ്ട ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത്. ബർത്ത് റേറ്റ് നമുക്ക് എത്രയിൽ നിന്നും എത്രയായിട്ട് കുറയ്ക്കാൻ സാധിച്ചു? 51 അതുണ്ടായിരുന്ന 40.8 നിന്നും 99 ആയപ്പോഴേക്കും 26.1 ആയിട്ട് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഫീമെയിൽ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ആവറേജ് എല്ലായ്പ്പോഴും മെയിലിന് വളരെ ഫേവറബിളും ഫീമെയിലിന് അൺഫേവറബിളും ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിൽ സെക്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ കേരളം പോലുള്ള 1-2 സ്റ്റേറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റ്സിലെല്ലാം അത് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കേരളത്തിൽ നിന്നുള്ള സ്റ്റേറ്റുകളിൽ അത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് മെയിലിൻ്റെ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു റീസൺ ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ടും ഫീമെയിലിന് ഫേവറബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്സിൽ പ്രിവെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഫീമെയിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോ എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ഫ്രീ ഫ്രം എയിൽമെൻറ്റ് ഓർ ഇൽനെസ് എന്നാണെന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് ഒന്ന് ലോങ് ലൈഫ് സ്പാൻ, അതോടൊപ്പം തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റൽ ഹെൽത്ത് കെയർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഓൾഡ് ഏജ് ഹെൽത്ത് ഉണ്ട്, അതുപോലെ ആഡിക്വേറ്റ് ന്യൂട്രീഷൻ, സേഫ്റ്റി ഓഫ് ഇൻഡിവിജ്വൽ. ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാമെന്ന് പറഞ്ഞു? ഹെൽത്തിനെ നമുക്ക് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ഹെൽത്തിൻ്റെ കേസിൽ കൈവരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 1951 1999 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്തു. നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു? ആദ്യം നോക്കിയത് ഡെത്ത് റേറ്റ് ആയിരുന്നു. ഡെത്ത് റേറ്റ് 1951 ആയപ്പോൾ 25.1 per 1000 ആയിരുന്നത് 1999 ആയപ്പോൾ എത്രയായി മാറി? 8.1 per 1000 ആയി. അതോടൊപ്പം തന്നെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി നമ്മൾ നോക്കിയപ്പോഴേക്കും 148 ആയിരുന്നു. അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 148ഓളം കുട്ടികൾ എന്ത് ചെയ്യുമായിരുന്നു? മരിക്കുമായിരുന്നു. അതിൽ നിന്നും നമുക്കതിനെ 70 per 1000 ആക്കാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി നോക്കിയപ്പോൾ 51 37.1 ഇയർ ആയിരുന്നത് പിന്നെ 1999 ആയപ്പോൾ എത്രയായി മാറി? 62.3 ഇയേഴ്സ് ആയിട്ട് മാറി. അതിനുശേഷം നമ്മൾ നോക്കിയത് പ്രധാനമായിട്ടും ബർത്ത് റേറ്റിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ബർത്ത് റേറ്റിൽ വന്നിട്ടുള്ള മാറ്റം നോക്കിയപ്പോഴേക്കും നമുക്ക് 40.8 ആയിരുന്നു 51 ഉണ്ടായിരുന്ന ബർത്ത് റേറ്റ്. എന്നാൽ 1999 ആയപ്പോൾ അത് 26.1 എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഒരു പോരായ്മ അല്ലെങ്കിൽ നമുക്ക് ഇനി കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വിമിന് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോയാണ്. കേരളം പോലുള്ള 1-2 സംസ്ഥാനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അത് എപ്പോഴും ആർക്ക് ഫേവറബിളാണ്? മെയിലിന് ഫേവറബിളും ഫീമെയിലിന് അൺഫേവറബിളുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് പ്രിവെയിൽ ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് പറയാൻ സാധിക്കും? അത് കൂടുതലായിട്ട് വരുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഹരിയാന പോലുള്ള സ്റ്റേറ്റുകളിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് നടക്കുന്നുണ്ട്. അതായത് ജനിക്കാൻ പോകുന്ന കുട്ടി പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ ഭ്രൂണാവസ്ഥയിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെയാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള പ്രവണതകൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതിൽ മെയിൽ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ പോലുള്ള റീസൺസ് ആണ് കേരളം പോലുള്ള സ്റ്റേറ്റ്സിൽ കൂടുതലായിട്ട് ഫീമെയിൽ ഫേവറബിൾ ആകുന്നതിനുള്ളൊരു റീസണായിട്ട് വരുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് സോഷ്യൽ എംപവർമെൻറ്റ്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കഴിഞ്ഞു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? സോഷ്യൽ എംപവർമെൻറ്റ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീഡം. എന്തിനുള്ള ഫ്രീഡമാണ്? ഫ്രീഡം ഫ്രം ഹങ്കർ, പോവേർട്ടി, ഇഗ്നോറൻസ്, ഇല്ലിറ്ററസി, ഇതുപോലെയുള്ള
എല്ലാ ഇൻകേപ്പബിലിറ്റീസിൽ നിന്നും നമുക്ക് കേപ്പബിലിറ്റി അച്ചീവ് ചെയ്യണം. അപ്പോൾ ഇൻകേപ്പബിലിറ്റീസിൽ നിന്നുള്ള ഫ്രീഡമാണ് ഏതെന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് കൈവരിക്കണമെങ്കിൽ അതിന് നമുക്ക് എന്ത് ആവശ്യമായിട്ടുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൈവരിക്കുക മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടതാണ് ലിറ്ററസി. ലിറ്ററസി കേസ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ ലിറ്ററസി, അതായത് 75.4% ലിറ്ററസിയാണ് ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ് ഫിഗർ ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. അതിൽ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 54.16ഉം മെയിലിൻ്റേത് 75.4ഉമാണ്. അപ്പോൾ ലിറ്ററസി കേസ് നോക്കുമ്പോഴേക്കും മെയിലിൻ്റെ ലിറ്ററസി എന്ന് പറയുന്നത് 75.4ഉം ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 54.16%ഉമാണ്. ആരുടെയൊക്കെ ലിറ്ററസി എന്ന് പറയുന്നത് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത്. നാഷണൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ 60 ആ ഒരു റേഞ്ചിലാണ് ഏത് വരുന്നത്? ഒരു 60 to 65 ആ ഒരു റേഞ്ചിലാണ് നാഷണൽ ആവറേജിൽ നമ്മുടെ ഒരു ലിറ്ററസി ലെവൽ നിൽക്കുന്നത്. ലിറ്ററസി ലെവൽ കൂടാതെ തന്നെ നമുക്ക് കൂടുതലായിട്ട് നോക്കാനായിട്ട് സാധിക്കുന്നത് സ്റ്റേറ്റ്സിനിടയിൽ വളരെയധികം ഒരു വ്യത്യാസം നമുക്ക് എന്തിൽ കാണുവാനായിട്ട് സാധിക്കും? ഈ ലിറ്ററസി ലെവലിൽ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാഷണൽ ആവറേജ് 62 to 65 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും പല സ്റ്റേറ്റുകളിലും അതിനേക്കാൾ താഴെയാണ് ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ വളരെ കൂടുതലുള്ള സ്റ്റേറ്റ്സും ഉണ്ട്. കേരളം, മിസോറാം പോലുള്ള സ്റ്റേറ്റ്സ് ആണെങ്കിൽ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്സ് വളരെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. കേരളത്തിൽ 94 പോയിൻ്റ് ആണ് ലിറ്ററസി റേറ്റ് എങ്കിൽ മിസോറാമിൽ 88 പോയിൻ്റ് ഒക്കെയാണ് ലിറ്ററസിയുടെ ആ ഒരു റേറ്റ് വരുന്നത്. എന്നാൽ വളരെയധികം ബാക്ക്വേർഡ് ആയിട്ട് ലിറ്ററസിയുടെ കേസിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. ബീഹാർ പോലുള്ള സ്റ്റേറ്റ്സിൽ 47.53 ആണ്. അത് നാഷണൽ ആവറേജിനേക്കാൾ വളരെ താഴ്ന്ന ഒരു ഫിഗറാണ് ബീഹാറിലെ ലിറ്ററസി ലെവലെന്ന് നമ്മൾ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു സോഷ്യൽ എംപവർമെൻറ്റ് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമുക്കവിടെ എന്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്? ലിറ്ററസി ലെവല് വളരെയധികം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്സ്, അതായത് ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ എന്നുള്ള പ്രധാനമായിട്ടും അവിടെ ഒരു സോഷ്യൽ എംപവർമെൻറ്റ് ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ലിറ്ററസി ലെവല് വളരെ താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള കാരണം. നമ്മൾ പറഞ്ഞു പുരുഷന്മാർക്കുള്ള ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 75.4 ആണ്. സ്ത്രീകൾക്ക്, അതായത് ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 54.16 ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞു നാഷണൽ ആവറേജ് എത്രയായിട്ട് വരും? ഒരു 62 to 65 റേഞ്ചിലൊക്കെയാണ് നാഷണൽ ആവറേജ് ഓഫ് നമ്മുടെ ലിറ്ററസി ലെവൽ വരുന്നത്. അതിൽ കേരളം, മിസോറാം പോലുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ ലിറ്ററസി ലെവൽ എങ്ങനെയായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. കേരളത്തിലെ 94 റേഞ്ച് വരുന്നെങ്കിൽ മിസോറാമിൽ 88% ഒക്കെയാണ് എന്ത് വരിക? ലിറ്ററസി റേറ്റ് വരിക. എന്നാൽ ബീഹാർ പോലെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണെങ്കിൽ അവിടുത്തെ ലിറ്ററസി എന്ന് പറയുന്നത് നാഷണൽ ആവറേജിനേക്കാൾ വളരെ താഴ്ന്നൊരു ഫിഗർ ആയിരിക്കും. ബീഹാറിലെ കേസാണെങ്കിൽ 47.53% ആണ് എന്തെന്ന് പറയുന്നത് ബീഹാറിലെ ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ പെർഫോമൻസിനെ പറ്റിയാണ് നമുക്കൊന്ന് അസസ് ചെയ്യേണ്ടത്. അതിൽ ആരൊക്കെയാണ് വളരെ പ്രോഗ്രസ് ആയിട്ട് നിൽക്കുന്നത്, ആരൊക്കെയാണ് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ളത്, ഇക്കോണമിക്കലി എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ സ്റ്റേറ്റ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി അനലൈസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ റാങ്കിങ്ങിൽ ഇന്ത്യ എപ്പോഴും വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള നേഷൻസിൻ്റെ കാറ്റഗറിയിലാണ് ആര് പെടുന്നത്? ഇന്ത്യ പെടുന്നത് നമ്മൾ പറഞ്ഞു. അതായത് 0.5നും 0.8നും ഇടയിലാണ് ഇന്ത്യ വരുന്നത്. അതായത് ഒരു 0.6 റേഞ്ചിലാണ് ഇന്ത്യയുടെ ആ ഒരു പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കേരളമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കേസിൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ HDI വാല്യൂ എന്ന് പറയുന്നത് 0.638 ആണ്. അപ്പോൾ കേരളത്തിൻ്റെ HDI വാല്യൂ എത്രയാണ്? 0.638 ആണ് കേരളത്തിൻ്റെ HDI വാല്യൂ എന്ന് പറയുന്നത്. കേരളം കഴിഞ്ഞാൽ തൊട്ടടുത്ത റാങ്കിൽ വരുന്ന സ്റ്റേറ്റ്സ് ആണ് പഞ്ചാബ് ഉണ്ട്. പഞ്ചാബിൻ്റെ HDI വാല്യൂ 0.537 ആണ്. കേരളത്തിൻ്റെ എത്രയായിരുന്നു? 0.638. അത് കഴിഞ്ഞ് പറഞ്ഞു പഞ്ചാബിൻ്റെ HDI വാല്യൂ എത്രയാണ്? 0.537. അത് കഴിഞ്ഞ് വരുന്നു തമിഴ്നാടിൻ്റെ HDI വാല്യൂ എന്ന് പറയുന്നത് 0.531 ആണ്. ആരുടെ ഒരു HDI വാല്യൂ എന്ന് പറയുന്നത്? തമിഴ്നാടിൻ്റെ HDI വാല്യൂ എന്ന് പറയുന്നത് 0.531 ആണ്. അതിനുശേഷം വരുന്നു മഹാരാഷ്ട്രയുടേത് 0.523 ആണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ HDIയുടെ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് വെച്ച് നമ്മുടെ ഇന്ത്യ നോക്കുമ്പോൾ അത് എവിടെയാണ് നിൽക്കുന്നത്? അത് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്ത നേഷൻസിൻ്റെ കാറ്റഗറിയിലാണ് ഇന്ത്യയെ പെടുത്തുന്നത്.
അതിൽ നമ്മുടെ സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നു കേരളയുടെ HDIയുടെ ആ ഒരു ഇൻഡെക്സ് വാല്യൂ എത്രയാണ് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 0.638 ആണ് കേരളത്തിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞു പഞ്ചാബാണ് വരുന്നത്, അത് 0.537 ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു വരുന്നു മഹാരാഷ്ട്ര 0.531. അതിനുശേഷം തമിഴ്നാട് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, തമിഴ്നാടിൻ്റേതാണ് 0.531. അതിനുശേഷം വരുന്നതാണ് മഹാരാഷ്ട്രയുടെ റേറ്റ് ആണ് 0.523. അതിനുശേഷം വരുന്നു ഹരിയാനയുടെ റേറ്റ് ആണ് 0.509. അപ്പോൾ ഇത്തരത്തിൽ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെ ടോപ്പായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക? അപ്പോൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ സ്റ്റേറ്റുകൾക്ക് ടോപ്പിൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ പ്രിവൈൽ ചെയ്യുന്ന സോഷ്യോ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ഹിസ്റ്റോറിക്കൽ റീസൺസ് ആണ്. അപ്പോൾ ഏതൊക്കെ റീസൺസ് ആണ്? ഒന്ന് സോഷ്യോ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ റീസൺസ് ആണ് ഈ മേൽപ്പറഞ്ഞ സ്റ്റേറ്റുകൾക്കെല്ലാം ഒരു ബെറ്റർ ആയിട്ടുള്ള HDI ഇൻഡെക്സ് കിട്ടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതിൽ കേരളത്തിൻ്റെ നമ്മൾ HDI ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഹെൽത്തിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും അതുപോലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലിറ്ററസിയുടെ കേസ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100% ലിറ്ററസി ആർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? കേരളത്തിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹെൽത്തിൻ്റെ കേസ് നോക്കുമ്പോഴേക്കും പല ഹെൽത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റിയുടെ കേസായാലും മെറ്റേണൽ മോർട്ടാലിറ്റിയുടെ കേസായാലും ലോങ്ങിവിറ്റിയുടെ കേസായാലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ കേസ് നോക്കുമ്പോൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് വളരെ കുറവാണ്, അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് റേറ്റ് വളരെ കൂടുതലാണ്, ഓവറോൾ ലിറ്ററസി വളരെ കൂടുതലാണ്. അങ്ങനെ എഡ്യൂക്കേഷൻ്റെയും ഹെൽത്തിൻ്റെയും അതുപോലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ അവിടെ പ്രിവൈൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതുപോലെ വളരെ കൾച്ചറലി എൻറിച്ച് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഇതെല്ലാം എന്തിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും? കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് HDIയിൽ ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു ലെവൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.638 എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റിലേക്ക് എത്തുന്നതിന് സഹായിച്ച ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ കേരളത്തിന് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സോഷ്യലി അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വൈസ് വളരെ പ്രോഗ്രസ് ആണെങ്കിൽ പോലും ഇക്കണോമിക്കലി ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് കേരളത്തിലെ നമുക്ക് കണ്ടുവരുന്ന അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. കൂടുതലായിട്ടും ഔട്ട് മൈഗ്രേഷൻ നടത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഫോറിൻ റെമിറ്റൻസ് ആണ് എവിടേക്ക് വരുന്നത്? കേരളത്തിലേക്ക് വരുന്നത്. എന്നാൽ മറ്റ് സ്റ്റേറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ അവരിതിന് ജസ്റ്റ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. അതായത് വളരെ വെൽത്തി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള മഹാരാഷ്ട്ര, അതുപോലെ പഞ്ചാബ്, ഹരിയാന, ഇവിടെയൊക്കെ അല്പം കൂടി ഇക്കണോമിക്കലി പ്രോഗ്രസ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് അവർ ഡൊമസ്റ്റിക്കലി കൂടുതലായിട്ടും ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതും പ്രൊഡക്ഷൻ വളരെ കൂടുതൽ വോളിയത്തിൽ ഉള്ളതുമായതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി ഇക്കണോമിക്കലി ഡെവലപ്പ് ആകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേരളം കഴിഞ്ഞു വരുന്ന മറ്റ് ടോപ്പ് സ്റ്റേറ്റ്സ്, അതായത് HDI ഇൻഡെക്സിലെ വളരെ ടോപ്പായിട്ടുള്ള സ്റ്റേറ്റ്സിന് ആ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിച്ച ഫാക്ടേഴ്സിൽ ഒന്നെന്ന് പറയുന്നത് അവരുടെ സോളിഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അവർക്ക് മറ്റ് ബാക്ക്വേർഡ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ബീഹാർ, മധ്യപ്രദേശ് ഇവയെക്കാളും ഈ നമ്മൾ മേൽപ്പറഞ്ഞ മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹരിയാന, തമിഴ്നാടിനൊക്കെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് അവരുടെ സോഷ്യൽ ആയിട്ടുള്ള റീസൺസിനേക്കാൾ കൂടുതലായിട്ടും ഇക്കണോമിക് ആയിട്ടുള്ള പ്രോഗ്രസ് ആണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അനലൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സാണ്. നമ്മൾ ഫോർവേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്തു. ഇനി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോഴേക്കും നമുക്കതിൽ കാണാവുന്നതാണ് ഒന്ന് ബീഹാറിൻ്റെ HDI ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.367 ആണ്. അപ്പോൾ ബീഹാറിൻ്റെ HDI ഇൻഡെക്സ് എത്രയാണ്? 0.367. അതിനുശേഷം നമുക്ക് പറയാം ആസാമിൻ്റെ എന്ന് പറയുന്നത് 0.386 ആണ്. ബീഹാറിൻ്റെ HDI ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.367, ആസാമിൻ്റെ HDI ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.386. അതിനുശേഷം വരുന്നു ഉത്തർപ്രദേശിൻ്റെ എന്ന് പറയുന്നത് 0.388. അതുപോലെ തന്നെ മധ്യപ്രദേശിൻ്റെ HDI ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.394. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്സ് എല്ലാം HDI ഇൻഡെക്സിൻ്റെ കേസിൽ വളരെ ബാക്ക്വേർഡ് നിൽക്കുന്ന സ്റ്റേറ്റ്സ് ആണ്. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു സോഷ്യൽ ഇൻഇക്വാളിറ്റി, അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ വളരെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ടേമോയിൽ സിറ്റുവേഷൻ, ഇതെല്ലാം അവർക്ക് HDI ഇൻഡെക്സിൽ വളരെ പൂറായിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള റീസൺസ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് ഇക്കണോമിക്കലി ഇവരെല്ലാം എങ്ങനെയുള്ളവരാണ്? ബാക്ക്വേർഡ് ആയിട്ടുള്ള ആണ്. കൂടുതലായിട്ടുള്ള ജനങ്ങൾ അവിടെ ഡൊമസ്റ്റിക്കലി തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടുത്തെ
ഇന്നിക്വാളിറ്റിയാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ ജനങ്ങളെ ഇങ്ങനെ ഒരു പുവർ സിറ്റുവേഷനിൽ ജീവിക്കുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ടുമുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു ബിലോ ആവറേജ് ലെവലിൽ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സിനെ നമ്മൾ മാറ്റി നിർത്തിയാൽ മറ്റ് ഭൂരിഭാഗം വരുന്ന സ്റ്റേറ്റ്സിൻ്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പുവറായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയായിരുന്നു? ബീഹാർ, UP, മധ്യപ്രദേശ് പോലുള്ള സ്റ്റേറ്റ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിറ്ററസി റേറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. അവരുടെ ആ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവാണ്. അതുപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ് അത്രയധികം ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡിസ്പെൻസറീസ് ആയാലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആയാലും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല അവിടെ ഉള്ളത്. ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത്, അതായത് നമ്മൾ കേരളത്തിലാണ് എങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ജനനം നടക്കുന്നത് ഹോസ്പിറ്റൽസിലായിരിക്കും. പണ്ട് കാലങ്ങളിൽ വീടുകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത്സ് ആണ്. അതായത് ഹോസ്പിറ്റലിലായിരിക്കും എന്ത് നടക്കുക? ബർത്ത് നടക്കുക, അതായത് ജനനം നടക്കുക. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ്സിലൊക്കെ ഇപ്പോഴും വീടുകളിൽ തന്നെ ജനനം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ എന്ത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ അവയർനെസ്സിൻ്റെ ഒരു അപര്യാപ്തതയും അതുപോലെ തന്നെ അവർക്കുള്ള എഡ്യൂക്കേഷണൽ റിസോഴ്സിൻ്റെ ഒരു അപര്യാപ്തതയും അവരുടെ ഈ ഒരു HDI ഇൻഡെക്സിൽ പൂറായിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള റീസൺസ് ആയിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനസംഖ്യ, അതുപോലെ തന്നെ പരിസ്ഥിതി വികസനം, അതായത് പോപ്പുലേഷൻ, എൻവയോൺമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പരസ്പര ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. കാരണം അത് പലപ്പോഴും ഷോർട്ടസ്റ്റേക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വെച്ച് നമുക്ക് എക്സാംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? പോപ്പുലേഷൻ, എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഹൈലി പോപ്പുലസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്ക് ഏരിയയുടെ കേസിൽ 7th പ്ലേസ് ആണെങ്കിലും നമ്മുടെ പോപ്പുലേഷൻ്റെ കേസിൽ നമുക്ക് 2nd പ്ലേസ് ആണ്. അപ്പോൾ പ്രഷർ ഓൺ ലാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രഷർ ഓൺ ലാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാവുമ്പോൾ തന്നെ നമുക്കവിടെയുള്ള എൻവയോൺമെൻറ്റൽ റിസോഴ്സ് എന്തായിരിക്കും? നമുക്ക് അത് പര്യാപ്തം ആയിരിക്കില്ല, അപര്യാപ്തമാണ്. കാരണം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനേക്കാൾ ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് മേലുള്ള ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മുടെ ഈ ഒരു രാജ്യത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ടും എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നതിനേക്കാൾ അവിടെ ഉള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് വരുന്നത് റിസോഴ്സിൻ്റെ മിസ്യൂസ് ആണ്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നതിനേക്കാൾ മിസ്യൂസ് വളരെയധികം നടക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മുടെ റിസോഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ്, വാൺസ് എന്ന് പറയുന്നത് എപ്പോഴും അൺലിമിറ്റഡ് ആണ്, പക്ഷേ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ വാൺസ് അൺലിമിറ്റഡ് ആണെങ്കിലും റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ വാൺസിനെ എങ്ങനെയാണ് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് നമുക്ക് എങ്ങനെ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാം. നമുക്കുള്ള റിസോഴ്സസ് സ്കെയർസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ വാൺസിനെ എങ്ങനെ നമുക്ക് ഈ സ്കെയർസ് റിസോഴ്സ് കൊണ്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാൺസ് എങ്ങനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ കൊണ്ടുവരിക എന്നുള്ള ഒരു മെത്തേഡാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ കൊണ്ടുവരികയാണ് എങ്കിൽ നമുക്ക് റിസോഴ്സ് വേസ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷോർട്ട് കമ്മിങ്ങിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അല്പം കൂടി റിസോഴ്സസ് നമുക്ക് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് റിസോഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് പ്രോപ്പറായിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിൻ്റെ അഡോപ്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വാൺസിനെ മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കൺവെൻഷനലി ഉള്ള പ്രോസസ്സിലൂടെ വാൺസിനെ മീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസോഴ്സിനെ അല്പം കൂടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ
നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുന്ന റിസോഴ്സുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ടുള്ള പെട്രോളിയം പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതിന് പകരം റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള വാണ്ട്സിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പെട്രോളിയം പ്രോഡക്ട്സ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ അത് അല്പം യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു എക്സ്റ്റെൻഡ് കഴിയുകയാണെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് എങ്കിൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്താലും വീണ്ടും അത് റിന്യൂ ചെയ്ത് വരുന്ന റിസോഴ്സസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ ഒരു പരിധി വരെ നമുക്ക് ചെറുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ കൂടുമ്പോൾ കൂടുതലായിട്ട് വരുന്ന ഒന്നാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പൊല്യൂട്ടഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം കൂടുന്നത് എപ്പോഴാണ്? നമ്മുടെ ഒരു ഏരിയയിലെ പോപ്പുലേഷൻ വളരെയധികം കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പൊല്യൂട്ടൻ്റ് ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ പ്രോപ്പറായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊല്യൂഷൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കുറയ്ക്കുവാനായിട്ട് സാധിക്കും. റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഡക്ട്സ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വേസ്റ്റേജ് ആകാതെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ പോലുള്ളവയെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്തരം റിസോഴ്സസും എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് സസ്റ്റൈനബിളി അടുത്ത ജനറേഷനിൽ പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട എന്താണ്? നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിൻ്റെ അഡോപ്ഷൻ. അതുപോലെ തന്നെ നമ്മളായിട്ട് തന്നെ വരുത്തുന്ന മിസ്റ്റേക്സ്, അതായത് നമ്മൾ പോപ്പുലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന പൊല്യൂഷൻ, അതായത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പോലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഓവർ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ഡിഫോറസ്റ്റേഷൻ ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ മൈനിങ് ആക്ടിവിറ്റീസ് ആയിട്ടാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കുകയാണ് എങ്കിൽ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലിവിങ്ങിന് അത് എന്തായിട്ട് വരും? നമുക്ക് അത് ഒരു ചലഞ്ചായിട്ട് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് എന്തായിരിക്കും? അത് സസ്റ്റൈനബിൾ ആയിരിക്കില്ല. അതായത് ഒരു നീണ്ട കാലയളവിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഡെവലപ്മെൻറ്റ് പാറ്റേൺ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയുള്ളതാണ്? വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കവർ ചെയ്തത്? നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്തത് ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ പെർഫോമൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ യൂറോസെൻട്രിക് വ്യൂ എന്താണ്, അതോടൊപ്പം തന്നെ ഇന്ത്യ എന്തുകൊണ്ടാണ് മിക്സഡ് ബാങ്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ നെഗ്ലക്ട്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതിനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അതിനുശേഷം കേപ്പബിലിറ്റീസിൽ ഉള്ള 3 ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ നോക്കി. അതിൽ നമ്മൾ പറഞ്ഞു സോഷ്യൽ കേപ്പബിലിറ്റീസ്, എൻവയോൺമെൻറ്റൽ കേപ്പബിലിറ്റീസ്, പേഴ്സണൽ കേപ്പബിലിറ്റീസ്, ഇത്തരത്തിലുള്ള കേപ്പബിലിറ്റീസ് നമ്മൾ അറ്റൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ കംപ്ലീഷനിലേക്ക് സഹായിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം UNDP എന്താണ് നമ്മൾ നോക്കി, UNDPയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൻ്റെ കേസ് നോക്കി, കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലുള്ള പ്രോഗ്രസിനെ പറ്റി നമ്മൾ നോക്കി. അതിനുശേഷം ഇന്ത്യയുടെ ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലുള്ള പെർഫോമൻസ് എത്രയാണ്, റാങ്ക് എത്രയാണ് എന്ന് നമ്മൾ നോക്കി. അതിനുശേഷം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ഇക്കണോമിക്കലി നമ്മൾ GDP വൈസ് നോക്കുകയാണെങ്കിൽ വളരെ പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ അർഹിച്ച ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലുള്ള പെർഫോമൻസ് നോക്കി. അതിനുശേഷം സോഷ്യൽ എംപവർമെൻറ്റ് എന്ന് പറയുന്നതിന് ഉള്ളിൽ നമ്മൾ എഡ്യൂക്കേഷൻ അഥവാ ലിറ്ററസി ലെവൽ എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്തു. അതിനുശേഷം ഇന്ത്യയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് ഇടയിലുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചു. അതിൽ പ്രോഗ്രസ് അച്ചീവ് ചെയ്തതും അതുപോലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെയും നോക്കി.
അതിനുശേഷമാണ് പോപ്പുലേഷൻ, എൻവയോൺമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ഈ ഇൻ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠിച്ച ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് വിദ്യാസാഗറിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.